ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 5-ാം അധ്യായം. ശ്രീ ശുക ഉവാച. ദ്വാരിദ്യുനദ്യ ഋഷഭകുരൂണാം മൈത്രേയമാസീനമഗാധബോധം ഷത്തോപസൃത്യാച്യുതഭാവശുദ്ധഃ പപ്രച്ഛ സൗശീല്യഗുണാഭിതൃപ്തഃ. ശ്രീ ശുകമുനി അരുളി ചെയ്തു. കുരുവംശത്തിൽ ജനിച്ചവരിൽ പ്രധാനിയും ശ്രീകൃഷ്ണ ഭക്തിയാൽ പരിശുദ്ധനുമായ വിതുരൻ ഹരിദ്വാരം എന്ന് സുപ്രസിദ്ധമായ ഗംഗാദ്വാരത്തിലിരിക്കുന്ന പരമജ്ഞാനിയായ മൈത്രേയരുടെ സമീപത്തു ചെന്ന് അദ്ദേഹത്തിൻ്റെ സൗശീല്യാദി ഗുണങ്ങളാൽ ഏറ്റവും സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. വിതുര ഉവാച. സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തദയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്നഹ. വിതുരർ ചോദിച്ചു. ഹേ ഭഗവൻ, സുഖത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജനസമുദായം പ്രവൃത്തിയെടുക്കുന്നു. എന്നാൽ ആ പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് സുഖമോ ദുഃഖവിരതിയോ സംഭവിക്കുന്നില്ല എന്നുതന്നെയല്ല, വീണ്ടും ദുഃഖമുണ്ടാകുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞുകൂടേണ്ടത് എന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉപദേശിക്കണം. ചോദിക്കുന്നത് വിതുരരാണെങ്കിലും കേൾപ്പാൻ ആഗ്രഹമുള്ള പലരും ഒരുമിച്ചുണ്ടായതുകൊണ്ടാണ് ഞങ്ങളോട് എന്നുപയോഗിച്ചിരിക്കുന്നത്. ജനസ്യ കൃഷ്ണാദ്യമുഖസ്യ ദൈവാദധർമ്മശീലസ്യ ദുഃഖിതസ്യ അനുഗ്രഹായേഹ ചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ. ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപകർമ്മ പരിഭാഗം നിമിത്തം കൃഷ്ണഭക്തി ഉണ്ടാകാതെയും അധർമ്മകർമ്മങ്ങളിൽ താൽപ്പര്യത്തോടുകൂടെയും അതുനിമിത്തം മറ്റു ദുഃഖങ്ങളെ അനുഭവിച്ച് കുഴങ്ങുന്നവരുമായ ജനസമുദായത്തെ അനുഗ്രഹിപ്പാൻ വേണ്ടിയിട്ടുമാണല്ലോ മംഗളകരങ്ങളായ കർമ്മങ്ങളെ മാത്രം ചെയ്യുന്ന ഭഗവത് ഭക്തന്മാർ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവത് ഭക്തനായ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. സാധുക്കളുടെ സഞ്ചാരം ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമാകയാൽ ഹേ സാധുവര്യ, ഏതുമാതിരി ആരാധിച്ചാൽ ഭക്തി കൊണ്ട് പരിശുദ്ധമായ പുണ്യവാന്മാരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാൻ തന്നെ തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്ന പ്രാചീന ജ്ഞാനമാർഗത്തെ ഉപദേശിക്കുമോ, സുഖകരമായ ആ മാർഗത്തെ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശിക്കണം. 3 ഗുണങ്ങളുള്ള മായയുടെയും ത്രിഗുണസ്വരൂപന്മാരായ ത്രിമൂർത്തികളുടെയും അധീശ്വരനായ ഭഗവാൻ മായയെ അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് സ്വതന്ത്രനും കർമ്മങ്ങളൊന്നും ചെയ്യാത്തവനുമായിരിക്കെ അവതാരങ്ങളെ സ്വീകരിക്കുന്നതും കർമ്മങ്ങളെ നടത്തുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്, ഏതുവിധമാണ്? ആദിയിൽ ഭഗവാൻ ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചു, എങ്ങനെ രക്ഷിക്കുന്നു? പിന്നെ ഭഗവാൻ കാണപ്പെടുന്ന ഈ ലോകത്തെ മുഴുവനും തൻ്റെ സ്വരൂപമാകുന്ന ആകാശത്തിൽ ലയിപ്പിച്ച് സകല വ്യാപാരങ്ങളെയും വെടിഞ്ഞ് സ്വാനന്ദമാകുന്ന ഗുഹയിൽ ശയിക്കുന്നതെങ്ങനെ? യോഗേശ്വരന്മാരുടെ നാഥനും ഏകനുമായ ഭഗവാൻ വീണ്ടും ഇതിൽ അനുപ്രവേശം ചെയ്തിട്ട് ബഹുരൂപമായി കാണപ്പെടുന്നതെങ്ങനെ? വേദത്തിൽ വിധിച്ചതുപോലെ കർമ്മങ്ങളെ നടത്തുന്ന ബ്രാഹ്മണർ, കർമ്മത്തിനു വേണ്ടതായ ക്ഷീരാദി പദാർത്ഥങ്ങളെ നൽകുന്ന പശുക്കൾ, കർമാനുസരണം വൃഷ്ട്യാദിദ്വാര ബലം നൽകുന്ന ദേവന്മാർ, ഇവരുടെ ക്ഷേമം നിലക്കി നിർത്തുവാൻ വേണ്ടി ഓരോ അവതാരങ്ങളെ സ്വീകരിച്ച ഭഗവാൻ ഏതേതു രൂപങ്ങൾ കൊണ്ട് അതാതു കാലത്തിന് ആവശ്യമായിരുന്ന കർമ്മങ്ങളെ ലീലയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്നീ സംഗതികളെ ഭഗവാൻ ഞങ്ങൾക്ക് കേൾപ്പിക്കണം. കേൾക്കുന്നവർക്ക് പരമാനന്ദത്തെ നൽകുന്ന അമൃതപ്രായങ്ങളായ ഭഗവത് ചരിതങ്ങളെ എത്ര തന്നെ കേട്ടുകൊണ്ടിരുന്നാലും ഞങ്ങളുടെ മനസ്സിന് മതി വരുന്നില്ല. ഓരോ അവതാരങ്ങളിൽ നടത്തിയ കർമ്മങ്ങൾ കൊണ്ട് സൽകീർത്തിയെ ഭഗവാൻ ലോകത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ ആ ചരിത്രങ്ങളും ലോകത്തിന് ക്ഷേമമാർഗങ്ങളെ കാട്ടിക്കൊടുക്കുന്നവയായിരിക്കുന്നു. ഏതുവരെ സൂര്യപ്രകാശം വ്യാപിക്കുന്നുണ്ടോ ആ അതിർത്തിക്ക് ഉള്ളിൽപ്പെട്ട സകല ജീവരാശികളും വസിക്കുന്ന ഭാഗത്തിന് ലോകമെന്നും അതിനപ്പുറമുള്ളതിന് അന്ധാകാരവൃതമായ ഭാഗത്തിന് അലോകമെന്നും പേർ. ഈ ലോകങ്ങളിലെ ജീവികളെ അതിർത്തി തെറ്റാതെ സംരക്ഷിക്കുന്ന ഇന്ദ്രാദി ദേവന്മാർ, ലോകപാലന്മാർ, ഇതിൽ ഓരോ ഭാഗത്തും ഓരോ മാതിരി ജീവരാശികൾ വസിക്കുന്നു. ലോകത്തിലുള്ള പ്രാണിവർഗത്തിന് ജീവിപ്പാൻ സൂര്യപ്രഭയും അതു നിമിത്തമുണ്ടാകുന്ന സസ്യാദികളും ആവശ്യമായിരിക്കുന്നു. അതിനപ്പുറത്തുള്ള ഭാഗത്തിലെ പ്രാണികൾക്ക് അതൊന്നും ആവശ്യമില്ല. അന്ധകാരത്തിൽ തന്നെ ജീവിക്കാമെന്ന് കാണുന്നതിനാൽ ലോകാലോകങ്ങളിലെ ജീവലോകവും ജീവിതക്രമങ്ങളും വിഭിന്നങ്ങളായിരിക്കുന്നു.
ലോകസ്രഷ്ടാവായ അധീശ്വരൻ ഏതുമാതിരി തത്വങ്ങൾ കൊണ്ടാണ് അന്യോന്യം വിഭിന്നങ്ങളായ പ്രാണിവർഗങ്ങളെ സൃഷ്ടിച്ചത്? ദേവസൃഷ്ടിക്ക് ഉപയോഗിച്ച മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ ഇവ ഒരുപോലെയുള്ളവയല്ല. ഒരുപോലെയാണെങ്കിൽ അവയാൽ സൃഷ്ടിക്കപ്പെട്ട പ്രാണിവർഗവും ഒരുവിധമായിരിക്കുന്നതല്ലാതെ ബഹുവിധമായിരിക്കാൻ അവകാശമില്ല. ഭിന്നധർമ്മങ്ങളുള്ള പ്രാണികളെ കാണുന്നതുകൊണ്ട് ഉപാദാന വസ്തുക്കളായ ഭൂതങ്ങൾക്കും അന്യോന്യം ഭേദമുണ്ടായിരിക്കണം. ഏതേതു ഭൂതങ്ങളെ കൊണ്ടാണ് ബഹുവിധ പ്രാണികളെ ഭഗവാൻ സൃഷ്ടിച്ചത്? പ്രജകളുടെ ജീവഭേദം, കർമ്മഭേദം, രൂപഭേദം, നാമഭേദം ഇങ്ങനെയുള്ള നാനാഭേദങ്ങളെ ലോകസ്രഷ്ടാവും സ്വതേ ഉള്ളവനുമായ ശ്രീനാരായണൻ സ്വസൃഷ്ടങ്ങളായ ലോകങ്ങളിൽ എങ്ങനെ ആസ്പദമാക്കിയിട്ടാണോ നിശ്ചയിച്ചത്? ഹേ ബ്രാഹ്മണോത്തമ, ഞങ്ങളോട് അതിനെയും വിവരിച്ചു പറയണം. ഹേ ഭഗവൻ, ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാരുടെയും തതിതരന്മാരായ നികൃഷ്ടന്മാരുടെയും ഓരോ ധർമ്മങ്ങളെ വ്യാസമുഖത്തിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. തുച്ഛങ്ങളായ സുഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന അവയെക്കുറിച്ച് ഇനി കേൾക്കണമെന്ന് താൽപ്പര്യമില്ല. ശ്രീകൃഷ്ണൻ്റെ ചരിത്രമാകട്ടെ അമൃതപ്രവാഹമെന്ന പോലെ പരമാനന്ദജനകമായിരിക്കുന്നതിനാൽ അങ്ങ് ആ ചരിത്രങ്ങളെ നന്നായി വർണ്ണിച്ച് ഞങ്ങളോട് പറയണം. പുനർജന്മ മൃതികളെ നൽകുന്നതിന് ഉപകരിക്കുന്ന ഗൃഹാസക്തിയെ മൂലത്തോടുകൂടെ മുറിച്ചു കളയുന്നതിനുള്ള സാമർഥ്യം ഏതൊരുവൻ്റെ ചരിത്രത്തിനുണ്ടോ? വിവേകികളായ നിങ്ങളെപ്പോലെയുള്ളവരുടെ സദസ്സിൽ വിദ്വാൻമാർ ഏതൊന്നിനെയാണോ കീർത്തനം ചെയ്യാറുള്ളത്, ആ ഭഗവാന്റെ കഥകൾ കേട്ടാൽ മതിയെന്ന് വിചാരിക്കുന്നവർ ആരുണ്ട്? അങ്ങയുടെ സഖാവായ വ്യാസമുനിയും ഭാരതം എന്ന ആഖ്യാനത്തെ ആദ്യം വിവരിച്ചത് ഭഗവാന്റെ ഗുണങ്ങളെ പരമപുരുഷാർത്ഥത്തിനുള്ള ഉത്തമ മാർഗമായിട്ട് ജനങ്ങളെ ധരിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്താൽ തന്നെയാണ്. ഭഗവത് ഗുണങ്ങളെ തന്നെ ആദ്യമേ പറയാമായിരുന്നില്ലേ? അതു പറയാതെ ആദ്യം ഭാരതകഥ എന്തിനായിട്ട് പറഞ്ഞു? ഭാരതത്തിൽ കാമക്രോധാദി വൃത്തികളോടുകൂടിയ മഹാരാജാക്കന്മാർ തുച്ഛമായ വിഷയസുഖത്തിനു വേണ്ടി തമ്മിൽ തല്ലി അവസാനം നിരാശയോടും അതൃപ്തിയോടും കൂടെ അവർ തന്നെ നശിച്ചു. ലൗകിക സുഖങ്ങളെ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നവരുടെ ബലം ഇതുതന്നെ എന്ന് ജനങ്ങളെ ധരിപ്പിച്ചിട്ട് അവരുടെ വിചാരശക്തിയെ ഭഗവാന്റെ കഥകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു ഭാരതവക്താവിൻ്റെ അഭിപ്രായം. ശ്രദ്ധയോടെ ഹരിസ്മരണം ചെയ്യുന്നവന് ആ സ്മൃതി ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നതിനാലുള്ള സുഖാനുഭവം നിമിത്തം ലൗകിക സുഖഭോഗ സമ്പാദന വിഷയത്തിൽ അഭിനിവേശം കുറഞ്ഞു വരും. ഹരിപാദ സ്മരണം തന്നെ ക്രമത്തിൽ ആനന്ദത്തെ അഭിവൃദ്ധിപ്പെടുത്തും. അപ്പോൾ ശരീരഭാവന നിമിത്തമുണ്ടാകുന്ന മഹാതാപങ്ങളെല്ലാം കാലതാമസമെന്നിയേ നശിക്കും. ഹരിസ്മരണം ചെയ്യേണ്ടതാണെന്ന് വിചാരിപ്പാൻ വിശേഷബുദ്ധി ഇല്ലാതെ പോയ പശു, പക്ഷി മുതലായ പ്രാണിവർഗങ്ങളെക്കുറിച്ച് വ്യസനിക്കണം. വിശേഷബുദ്ധിയുള്ള മനുഷ്യജന്മം ലഭിച്ചിട്ടും ഭഗവാനിൽ ഭക്തിയില്ലാത്തവരെക്കുറിച്ചാവട്ടെ എത്രയോ അധികം വ്യസനിക്കേണ്ടതായിരിക്കുന്നു. ദുർലഭമായ മനുഷ്യജന്മം സിദ്ധിച്ചിരിക്കെ സംസാര മഹാഭയത്തെ തീർത്ത് പരമാനന്ദം നൽകുന്ന കരുണാനിധിയെക്കുറിച്ച് കീർത്തിക്കുകയും ഈശ്വര പ്രീത്യർത്ഥം പ്രയത്നിക്കുകയും ഈശ്വര സ്വരൂപത്തെ സ്മരിക്കുകയും ചെയ്യാതെ നിഷ്പ്രയോജനമായിട്ട് വാഗാദികളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുടെ ആയുസ്സിനെ കാലസ്വരൂപനായ ഭഗവാൻ അപഹരിക്കുന്നുവല്ലോ. അവരുടെ ജീവിതം പരമപുരുഷാർത്ഥോപയോഗി ആയിത്തീരാത്തതുകൊണ്ട് അവരെത്ര കാലം ജീവിച്ചിരുന്നാലും പ്രയോജനമില്ലാത്ത ആയുസ്സിനെ ദുർവ്യയം ചെയ്യുന്നതിനാൽ അവരെക്കുറിച്ച് എനിക്ക് വളരെ പരിതാപമുണ്ട്. അതുകൊണ്ട് ഹേ കൗഷാരവ, മൈത്രേയമുനെ, അവതാരങ്ങളിൽ നടത്തിയ പരിശുദ്ധ വ്യാപാരങ്ങളിൽ നിന്നുണ്ടായ നിർമ്മല കീർത്തിയെ ലോകത്തിൽ ഉറപ്പിച്ച് അവയുടെ ശ്രവണത്തിലും കീർത്തനാദികളിലും ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്ക് പരമാനന്ദത്തെ നൽകി നിശേഷ സങ്കടങ്ങളെയും തീർത്ത് രക്ഷിക്കുന്ന ശ്രീഹരിയുടെ കഥകളിൽ സാരഭാഗത്തെ പുഷ്പങ്ങളിലുള്ള സാരത്തെ വണ്ടുകളെന്ന പോലെ അങ്ങ് വേർതിരിച്ചെടുത്ത് ഞങ്ങളുടെ കൈവല്യഗതിക്ക് വേണ്ടി കീർത്തനം ചെയ്യുവാൻ കരുണ ചെയ്യണം. ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതായ പ്രയോജനത്തിനായിട്ട് ഓരോ സ്വരൂപത്തെയും അതാത് കാര്യങ്ങളെ സാധിക്കുവാൻ മതിയായ ശക്തിയെയും സ്വീകരിച്ച ഭഗവാൻ ശ്രീഹരി മനുഷ്യർക്ക് സാധിപ്പാൻ കഴിയാത്ത ഏതൊരു കർമ്മങ്ങളെ ചെയ്തിട്ടുണ്ടോ അവയെ എന്നോടരുൾ ചെയ്യണം. ശ്രീ ശുക ഉവാച. സയേവം ഭഗവാൻ പൃഷ്ടഃ ക്ഷത്രോ കൗഷാരവോ മുനിഃ പുംസാം നിശ്രേയാസാർത്തേന തമാഹ ബഹുമാനയൻ. ശ്രീ ശുകമുനി പറഞ്ഞു. ഇപ്രകാരം വിതുരൻ ചോദിച്ചപ്പോൾ
ഇത് കേവലം സ്വാർത്ഥപരമായ ചോദ്യമല്ല. ഇതിൻ്റെ മറുപടി സകല ജനങ്ങൾക്കും പരമപുരുഷാർത്ഥം സാധിപ്പാനുള്ള മാർഗമായി തീരാവുന്നതാകയാൽ ലോകോപകാരകമായ ചോദ്യം ചെയ്ത വിതുരരെ ആദരിച്ചും കൊണ്ട് ഭഗവാൻ മൈത്രേയൻ പറഞ്ഞു. മൈത്രേയ ഉവാച സാധുപൃഷ്ടം ത്വയാ സാധോ ലോകാൻ സാധുനുഗൃഹ്ണത കീർത്തിം വിദന്വദാ ലോകേ ആത്മനോ ദോഷജാത്മനഃ. മൈത്രേയർ പറഞ്ഞു, ഹേ സാധോ, അങ്ങയുടെ ഈ ചോദ്യം ലോകാനുഗ്രഹത്തിനും ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്ന ഈശ്വരനിൽ മനസ്സുറയ്ക്കുന്നതിനും ലോകത്തിൽ അങ്ങയുടെ കീർത്തി നിൽക്കുന്നതിനും കാരണമായിരിക്കുന്നതിനാൽ ഏറ്റവും ഉചിതമായിരിക്കുന്നു. തനിക്കും ലോകത്തിനും ഒരുപോലെ കാര്യം ചെയ്യുന്നവർ തന്നെ സാധു. ഹേ വിതുര, അന്യഭാവന കൂടാതെ ഈശ്വരനായ ഹരിയെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്നത് വ്യാസപുത്രനായ നിന്നിൽ ആശ്ചര്യമില്ല. ഭഗവാൻ ധർമ്മരാജാവിൻ്റെ അംശാവതാരമായതുകൊണ്ട് ഈ വിധം ഭഗവത് ഭക്തി ഉണ്ടായതിൽ ആശ്ചര്യപ്പെടുവാൻ അവകാശമില്ല. മാണ്ഡവ്യമുനി ശപിച്ചതു നിമിത്തം സാക്ഷാൽ ഭഗവാൻ യമൻ വ്യാസരുടെ സഹോദരനായ വിചിത്രവീര്യൻ്റെ ഭാര്യയായിരുന്ന ദാസിയിൽ, ശൂദ്രസ്ത്രീയിൽ, വ്യാസവീര്യത്തിൽ നിന്ന് ജനിച്ചവനാണല്ലോ. ബാലനായിരുന്ന കാലത്തെ ഈച്ചയെ ഈർക്കലിയിൽ കോർത്തു കളിച്ചതായ കുറ്റത്തിന് യമൻ മാണ്ഡവ്യമുനിക്ക് ശൂലാരോഹണ ദുഃഖം അനുഭവിപ്പാൻ ഇടവരുത്തി. ബാല്യത്തിൽ അറിവില്ലാതെ ചെയ്യുന്ന കുറ്റം ശിക്ഷയ്ക്ക് യോഗ്യമല്ലെന്നുള്ള മര്യാദയെ അതിക്രമിച്ച യമൻ ശൂദ്രസ്ത്രീയിൽ ജനിച്ച് മനുഷ്യലോകത്തിൽ ഒരു ജന്മം കഴിച്ചുകൂട്ടണം എന്ന് മുനി യമനെ ശപിച്ച കഥയെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങയോട് ഒരുമിച്ച് തന്നെ സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീഹരിക്ക് അങ്ങയിൽ എപ്പോഴും സന്തോഷമാണ്. നരലോകത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തെ പ്രാപിപ്പാൻ ഭാവിച്ച ഭഗവാൻ ശ്രീഹരി അങ്ങയ്ക്ക് പരമാർത്ഥജ്ഞാനം ഉപദേശിപ്പാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നോക്കുക അനുഗ്രഹവിശേഷം. ആകയാൽ യോഗമായ പ്രഭാവത്താൽ അഭിവൃദ്ധിയെ പ്രാപിച്ചവയും ലോകങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നതായ പ്രയോജനത്തോടു കൂടിയവയുമായ ശ്രീഹരിയുടെ ലീലകളെ അങ്ങയോട് ക്രമത്തിൽ ഞാൻ വിവരിച്ചു പറയാം. ഭഗവാനേക ആസേതമഗ്ര ആത്മാത്മനാം വിഭുഃ ആത്മേചാനുഗതാവാത്മാം അനാനാമത്യുപലക്ഷണഃ. ആദിയിൽ ജീവാത്മാക്കളുടെ പ്രഭുവും പരമാർത്ഥ സ്വരൂപഭൂതനും ഐശ്വര്യപരിപൂർണനും നാനാത്വ ബുദ്ധി നിമിത്തം ആ വിധത്തിൽ അറിയപ്പെടാതിരിക്കുന്നവനും മായ തന്നിൽ ലയിച്ചിരിക്കുമ്പോഴും തനിക്ക് മായയോട് ബന്ധമില്ലാതിരിക്കണമെന്നുള്ള ഇച്ഛാനുസരണം ഭഗവാൻ ഏകനായി തന്നെ ഇരിക്കുന്നവനുമായിരുന്നു. സൃഷ്ടിക്ക് ശേഷം കാണപ്പെടുന്ന ലോകം സൃഷ്ടിക്കു മുമ്പ് ഭഗവാനിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. സൃഷ്ടിക്കു മുമ്പ് ജ്ഞാനാനന്ദ പ്രകാശസ്വരൂപനായ ഭഗവാൻ ഏകൻ മാത്രമുണ്ട്. ജ്ഞാനസ്വരൂപനായ തൻ്റെ ജ്ഞാനത്തിന് വിഷയമായിട്ട് അന്യമായിട്ടൊന്നുമില്ലാത്തതിനാൽ കാണുന്നവൻ എന്ന നില തന്നെ അപ്പോൾ ഈശ്വരനില്ല. കാണത്തക്ക പദാർത്ഥങ്ങളായി പരിണമിച്ചിരുന്ന സ്വശക്തി മായ തന്നിൽ തന്നെ ലയിച്ചിരുന്നു. ലയവും വികാസവും മായാകാര്യങ്ങളാകയാൽ മായാദിനാഥനായ ഈശ്വരന് വികാസങ്ങളില്ലാത്തതുകൊണ്ട് സദ്രൂപനായ തന്നെ തന്നെ അസദ്രൂപനെന്ന പോലെ വിചാരിച്ചു. ആനന്ദം മാത്രമായിരുന്നതുകൊണ്ട് കാണുന്നവൻ കാഴ്ച കാണത്തക്കത് എന്നീ വിധത്തിൽ വിളങ്ങുന്ന തൃത്വം അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ ഭാവം യോഗിയുടെ നിർവികൽപ്പ സമാധിയിൽ അനുഭവപ്പെടുന്നതല്ലാതെ ഇതിനെക്കുറിച്ചുള്ള വിവരണം വാക്കിനു വിഷയമല്ലാത്തതുകൊണ്ട് സാധ്യമല്ല. ഏകനായ ഈശ്വരൻ അനേകനായി ഭവിക്കണമെന്ന് ഇച്ഛിച്ചു. ഈ ഇച്ഛയെ ഈക്ഷണം എന്ന് വേദത്തിൽ പറയുന്നു. ഇതിനെ തന്നെ ദർശനം എന്നും പറയുന്നുണ്ട്. എപ്പോൾ ദർശിക്കുന്നുവോ അപ്പോൾ ദ്രഷ്ടാവ് എന്നുള്ള പേരുണ്ടാകുന്നു. ഈശ്വരൻ്റെ ദർശനം തന്നിൽ ലയിച്ചിരിക്കുന്ന ശക്തിയെ വികസിപ്പിക്കുന്നു. ഈ വിധത്തിലുണ്ടായി ഈശ്വരനിൽ ലയിച്ചിരുന്നതും ഇപ്പോൾ വികസിച്ചതുമായ ഈ ശക്തി കാരണമായും കാര്യമായും ഭവിക്കുന്നതുകൊണ്ട് സദസദ് രൂപയാകുന്നു. ഇതിനെ തന്നെയാകുന്നു മായ എന്ന് പറയുന്നത്. ഈ മായയെ കൊണ്ട് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. കാലവൃത്യാതുമായാം ഗുണമയ്യാം അതോക്ഷജഃ പുരുഷേണാത്മഭൂതേന വീര്യമാദത്ത വീര്യവാൻ. ഏതൊന്നിനെയും രൂപതന്ത്രപ്പെടുത്തുന്ന ശക്തിവിശേഷത്തിന് കാലം എന്നാണ് പേർ. ഒരു വിത്തിനെ മണ്ണിൽ കുഴിച്ചിട്ടാൽ കുറേ നാൾ കൊണ്ടത് മുളയായിട്ട് മേൽപോട്ട് വരുന്നുണ്ടല്ലോ. വിത്തിൻ്റെ രൂപത്തെ മാറ്റി മുള എന്ന രൂപത്തെ അതിൽ പ്രകാശിപ്പിച്ചു. ഇതിന് കുറേ ദിവസം വേണ്ടി വന്നു.
ഇങ്ങനെ എല്ലാറ്റിനെയും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപമാക്കുന്നതായ ഒരു ശക്തി എങ്ങും എല്ലാറ്റിന്മേലും സ്വരൂപത്തെ വ്യാപരിപ്പിച്ചുകൊണ്ട് വിളങ്ങുന്നുണ്ട്. ഇതിനെയാണ് കാലം എന്ന് പറയുന്നത്. ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന ശക്തിയുടെ ഒന്നാമത്തെ വികാസം ഇതാകുന്നു. ഇനി ഉണ്ടാകുന്ന മറ്റെല്ലാ വികാരങ്ങൾക്കും ഈ ശക്തി ആദി കാരണമാകുന്നു. ഈ ശക്തിയുടെ വ്യാപാരത്താൽ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുണ്ടായി. ഇപ്പോൾ ശക്തി ഗുണസ്വരൂപയായി. ഗുണങ്ങളുടെ വികാസത്തോടു കൂടിയ ഈ മായയിൽ ശക്തനായ ഭഗവാൻ സ്വാംശഭൂതമായ പുരുഷാംശത്താൽ വീര്യത്തെ ആദാനം ചെയ്തു. മായയിൽ നിന്ന് ക്രമത്തിൽ ഓരോ തത്വങ്ങൾ വികസിപ്പാനുള്ള ശക്തി ഭഗവാൻ മായയിൽ നിക്ഷേപിച്ചു. സാധാരണമായിട്ട് ലോകത്തിൽ പുരുഷൻ സ്വവീര്യത്തെ സ്ത്രീയിൽ പ്രവേശിപ്പിക്കുന്നതുകൊണ്ട് ആ സ്ത്രീയിൽ നിന്ന് സന്താനം ഉണ്ടാകുന്നതുപോലെ ഈശ്വരേഷണത്താൽ മായയിൽ നിന്ന് ഓരോ തത്വങ്ങൾ ജനിപ്പാൻ ആദി കാരണഭൂതയായ കാലശക്തി ഒന്നാമതായി വികസിച്ചു. അതോടുകൂടി മറ്റോരോന്നും ജനിപ്പാൻ തുടങ്ങി. തതോ ഭവൻ മഹത്തത്വമവ്യക്താത് കാലചോദിതാത് വിജ്ഞാനാത്മാത്മദേഹസ്ഥം വിശ്വം വ്യഞ്ജം സ്തമോനുദഃ. ഇന്ന വിധത്തിൽ ഇരിക്കുന്നുവെന്ന് വ്യവഹരിപ്പാൻ തക്ക സ്ഥിതിയില്ലാതെ ഇരുന്നിരുന്ന ആ മായയ്ക്ക്, ഈശ്വരവീര്യത്തെ ധരിച്ചിരിക്കുന്ന ആ ശക്തിക്ക് ആ നിലയിൽ അവ്യക്തം എന്ന പേർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീ പ്രജയോ പുരുഷപ്രജയോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിലുള്ള പുരുഷവീര്യം സ്ത്രീഗർഭത്തിൽ ഇരിക്കുന്നത് പോലെ ഇപ്പോൾ മായയുടെ സ്വരൂപം നിർണയിക്കുന്നത് അശക്യമായതുകൊണ്ട് അവ്യക്തം എന്ന പേർ നിശ്ചയിച്ചു. പ്രഥമ പ്രബുദ്ധയായ കാലശക്തിയുടെ വ്യാപാരം നിമിത്തം അവ്യക്തമായ ആ ശക്തിയിൽ നിന്ന് പിന്നെ മഹത്ത് എന്നു പേർ പറയപ്പെടുന്ന രണ്ടാമത്തെ തത്വമുണ്ടായി. മഹത്തത്വം എന്നിതിനെ പറയും. എന്തുകൊണ്ടെന്നാൽ ഇനിയും ഉണ്ടാവാൻ പോകുന്ന പല വികാരങ്ങൾക്കും ആസ്പദം ഈ തത്വമാണ്. ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് കിടപ്പ് എന്ന് നിർണയിപ്പാൻ സാധിക്കുകയില്ല. അത്ര അധികം മാഹാത്മ്യമുള്ളവരെ മഹാനെന്നു പറയുന്നത് സാധാരണമാണല്ലോ. അതുപോലെ അനന്തവികാരങ്ങൾക്കാസ്പദമായ ഈ തത്വത്തെ മഹത്തത്വം എന്ന് പറഞ്ഞു വരുന്നു. തത്വം എന്ന വാക്കിന് അതിൻ്റെ ഭാവം നില എന്നർത്ഥം. ആദിയിൽ അവ്യക്തമായിരുന്ന അത് ഇപ്പോൾ മഹത്തത്വം എന്ന നിലയിലായിത്തീർന്നു. ഈ തത്വത്തിന് തന്നെ ബുദ്ധിതത്വം എന്ന പേർ കൂടിയുണ്ട്. അതിനു കാരണം ഈ തത്വത്തിൻ്റെ സ്വരൂപം അറിവാണ്. വിജ്ഞാനമാണ് ഇതിൻ്റെ സ്വരൂപം. അറിവ് എന്നത് പ്രകാശ സ്വരൂപമാകുന്നു. അറിവ്, പ്രകാശം എന്ന വാക്കുകൾ രണ്ടായിരുന്നാലും വസ്തു ഒന്നു തന്നെ. അപ്പോൾ അറിവ് പ്രകാശവും മഹത്തത്വ സ്വരൂപം. ഇരുട്ട് എന്നും അറിവില്ലായ്മ എന്നും പറയപ്പെടുന്നത് സത്യമായ വസ്തുവിനെ മറയ്ക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. മഹത്തത്വം എന്നത് തന്നിലിരിക്കുന്ന ലോകത്തെ പ്രകാശിപ്പിക്കുന്നതിന് ശക്തിയുള്ളതായിരുന്നു. ലോകത്തെ മറച്ചിരുന്ന അന്ധകാരത്തെ ഈ മഹത്തത്വമാകുന്ന പ്രകാശം നീക്കിക്കളഞ്ഞു. അതിനാൽ അതിന് തമോനുത്, അന്ധകാരത്തെ നശിപ്പിക്കുന്ന തത്വം എന്ന വിശേഷണം യോജിച്ചിരിക്കുന്നു. ഈ മഹത്തത്വത്തിൽ ഈശ്വരാംശമായ ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനരൂപത്തെ ചിതാഭാസൻ എന്നു പേർ പറയുന്നു. ഇത് ലോകസൃഷ്ടിക്ക് നിമിത്ത കാരണമാകുന്നു. സത്വാദികളായ ഗുണങ്ങളും ഈ മഹത്തത്വത്തിലുണ്ട്. ഈ ഗുണങ്ങൾ ലോകസൃഷ്ടിക്ക് ഉപാദാന കാരണമാകുന്നു. ഗുണങ്ങളെ സാമ്യാവസ്ഥയിൽ നിന്ന് ശോഭിപ്പിക്കുന്ന ശക്തിസ്വരൂപമായ കാലവും ഈ മഹത്തത്വത്തിൽ ചേർന്നിട്ടുണ്ട്. അതിനാൽ ചിതാത്മാവ്, സത്വാദി ഗുണങ്ങൾ, കാലം എന്നിവയുടെ ചേർച്ച കൊണ്ടുണ്ടാകുന്ന ഒരു തത്വമാണ് മഹത്തത്വം. ഇതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന ലോകത്തിൻ്റെ കാരണതത്വം. ഈ തത്വം ഭഗവാന്റെ സങ്കല്പസ്വരൂപമായ ജ്ഞാനത്തിന് വിഷയമായി ഭവിച്ചിരിക്കുന്നു. ഈ തത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വങ്ങളുടെ വികാസത്തിന് കാരണമായി ഭഗവാന്റെ സങ്കല്പം നിമിത്തം ഇതിനു വികാരം നേരിട്ടു. വികൃതമായ ആ തത്വത്തിന് അഹം തത്വം എന്ന പേർ. ഇതിനെ അഹങ്കാരം എന്ന് വേദാന്തശാസ്ത്രത്തിൽ പറയുന്നു. ഈശ്വരൻ ലോകത്തെ സൃഷ്ടിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്നുവെന്ന് ഈ തത്വങ്ങളുടെ വികാസങ്ങളിൽ നിന്ന് അനുമാനിക്കാവുന്നതിനാൽ തത്വങ്ങളുടെ ഉൽപ്പത്തിക്ക് ഈശ്വരൻ്റെ സങ്കല്പം കാരണമെന്നും ഉറപ്പിച്ചിരിക്കുന്നു. മുകളിൽ വിവരിച്ച വിധം ഈശ്വര സങ്കല്പം നിമിത്തം വികാരത്തെ പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാര തത്വമുണ്ടായി. മഹത്തത്വമാകുന്ന കാരണത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ഇതിനെ കാര്യമെന്ന് പറയാം. ഇനി ഉണ്ടാവാൻ പോകുന്ന തത്വങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്നതുകൊണ്ട് ഇതുതന്നെ കാരണം എന്നുള്ള പേരിന് പാത്രമായിരിക്കുന്നു. ഈ തത്വത്തിൽ പ്രകാശിക്കുന്ന ജ്ഞാനം, ചിതാഭാസൻ, സർവത്തിനും കർത്താവുമായിരിക്കുന്നതിനാൽ ഇതിനെ തന്നെ കർത്താവ് എന്നും പറയാം.
കാര്യമെന്നുള്ള വ്യവഹാരത്തിന് വിഷയമായിരിക്കുന്ന വസ്തുക്കൾ ആകാശാദി ഭൂതങ്ങളാകുന്നതിനാൽ കാര്യശബ്ദത്താൽ ഭൂതങ്ങളെ സൂചിപ്പിച്ചു. ഇതിനെ തന്നെ അതിഭൂതം എന്ന ശബ്ദത്താൽ ഇനിമേൽ പറയും. കാരണമെന്ന ശബ്ദത്താൽ ഇന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിനെ അധ്യാത്മം എന്ന് ഇനിമേൽ വ്യവഹരിക്കുന്നതായിട്ട് കാണാം. മനസ്സ് എന്നത് ഇന്ദ്രിയങ്ങളിൽ അധിവസിക്കുന്ന ദേവന്മാരെ സൂചിപ്പിക്കുന്നു. ആകയാൽ ഈ മഹത്വത്വം ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ദേവന്മാരുടെയും ഒരു സംഘമാകുന്നു. അതിഭൂതം, അധ്യാത്മം, അതിദൈവം എന്ന 3 നാമധേയങ്ങളും അതിനു കാരണമായ 3 വിധ വികാരങ്ങളും ഈ വിധം ഉണ്ടായി. ഏകമായ അഹംതത്വം, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ദേവതകൾ ഇങ്ങനെ 3 വിധക്കാരുടെ ഉൽപ്പത്തി കാരണമായത് എങ്ങനെയെന്ന് കാണിക്കുന്നു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം ഇങ്ങനെ അഹംതത്വം 3 വിധത്തിലുണ്ട്. സത്വാധിക്യം നിമിത്തം സാത്വികം, രജസിൻ്റെ ആധിക്യം നിമിത്തം രാജസം, തമസിൻ്റെ ആധിക്യത്താൽ താമസം. സത്വം പരിശുദ്ധമായതിനാൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. അവരുള്ളതുകൊണ്ടാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്നു പറയപ്പെടുന്ന അർത്ഥങ്ങളുടെ ജ്ഞാനമുണ്ടാകുന്നത്. രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതങ്ങളും ഉണ്ടായി. ഇപ്രകാരം ഏകമായ അഹംതത്വം ഗുണാധിക്യ ന്യൂനതകൾ നിമിത്തം 3 വിധങ്ങളായ ഭൂതേന്ദ്രിയ ദേവതകളുടെ ഉൽപ്പത്തിക്ക് കാരണമായി. അറിവിനും പ്രവൃത്തിക്കും കാരണഭൂതങ്ങളായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണപ്രധാനമായിരിക്കുന്ന അഹംതത്വത്തിൽ നിന്നുണ്ടായവ തന്നെ. ആകാശാദി സ്ഥൂലഭൂതങ്ങളും ശബ്ദാദികളായ സൂക്ഷ്മഭൂതങ്ങളും താമസാഹംതത്വത്തിൽ നിന്നുണ്ടായവയാകുന്നു. ശബ്ദഗുണമായിരിക്കുന്ന ആകാശമാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന പരമതത്വം. ആകാശമാകുന്ന കാരണത്തിൽ നിന്നുണ്ടായ കാര്യത്തെ പറയുന്നു. കാലശക്തി, പരിണാമശക്തി, ചിച്ഛക്തി ഇവയോട് ചേർന്നിരിക്കുന്ന ആകാശം ഭഗവാന്റെ സങ്കല്പത്തിന് വിഷയമായി തീർന്നപ്പോൾ അതിൽ നിന്ന് സ്പർശമുണ്ടായി. അത് വികാരത്തെ പ്രാപിച്ചപ്പോൾ വായുവായി ഭവിച്ചു. വായുവിന് വികാരം നേരിട്ടപ്പോൾ ആകാശയുക്തമായതിനാൽ അധിക ബലത്തോടുകൂടിയ ആ വായുവിൽ നിന്ന് രൂപതന്മാത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന തേജസ് ഉണ്ടായി. ഇതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. ഈശ്വര സങ്കല്പവും കാലമായാംശങ്ങളുടെ ചേർച്ചയും ഉള്ളതുകൊണ്ട് ജ്യോതിസിന് വികാരം സംഭവിച്ചപ്പോൾ രസമയമായ ജലം ആ ജ്യോതിസിൽ നിന്ന് ജനിച്ചു. തേജസ്സോടുകൂടിയതും ബ്രഹ്മത്താൽ കടാക്ഷിക്കപ്പെട്ടതും കാലാദികളോട് കൂടിയതുമായ ജലം ഗന്ധമാകുന്ന ഗുണത്തോടുകൂടിയ ഭൂമിതത്വത്തെ സൃഷ്ടിച്ചു. ഹേ ഭവ്യ, സാവധാനമായി കേൾക്കുക. ഭൂതങ്ങളിൽ ഏതിൽ നിന്ന് ഏതൊന്നുണ്ടായോ ആ ക്രമത്തെ അനുസരിച്ച് ഗുണങ്ങളും ഉണ്ടെന്നാണ് തത്വത്തെ അറിയുന്നവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയെന്നാൽ ആകാശം ഒന്നാമതുണ്ടായി. അതിന് ശബ്ദം മാത്രം ഗുണം. അതിൽ നിന്ന് വായുവുണ്ടായി. അതിനാൽ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ സ്വന്തം ഗുണമായ സ്പർശവും അതിനുണ്ട്. വായുവിൽ നിന്നുണ്ടായ അഗ്നിക്ക് ശബ്ദം, സ്പർശം, രൂപം എന്നീ 3 ഗുണങ്ങളുണ്ട്. അഗ്നിയിൽ നിന്നുണ്ടായ ജലത്തിന് ശബ്ദം, സ്പർശം, രൂപം, രസം എന്ന 4 ഗുണങ്ങളുണ്ട്. ജലത്തിൽ നിന്നുണ്ടായ ഭൂമിക്ക് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന 5 ഗുണങ്ങളുണ്ടെന്ന് തത്വജ്ഞന്മാർ അറിഞ്ഞിരിക്കുന്നു. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ അംശത്തിൽ നിന്നുണ്ടായവരും കാലത്തിൻ്റെ ലക്ഷണമായ വികാരവും മായാലക്ഷണമായ വിക്ഷേപവും ഭഗവത് അംശലക്ഷണമായ ചൈതന്യവുമുള്ളവരുമായ മഹത്താദി തത്വങ്ങളുടെ അഭിമാനികളായ ദേവന്മാർ നാനാവിധത്തിൽ ഇരിക്കുന്നവരായതുകൊണ്ട്, ഒന്നോടൊന്ന് യോജിക്കാതെ ഭിന്നിച്ചിരിക്കുന്നവരായതുകൊണ്ട് തങ്ങൾ ചെയ്യേണ്ടതായ കാര്യത്തിൽ, അതായത് ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കുന്നതിൽ അശക്തന്മാരായതിനാൽ തങ്ങളുടെ സ്വാമിയായ ഭഗവാന്റെ മുമ്പിൽ അഞ്ജലിബന്ധം ചെയ്തു നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അന്യോന്യം യോജിക്കാതെ പിരിഞ്ഞിരിക്കുന്നവർക്ക് അവരുടെ പരമോദ്ദേശം നിർവഹിപ്പാൻ ശക്തി സിദ്ധിക്കുകയില്ല എന്നുള്ളത് ഇതിൽ നിന്നറിയേണ്ടതാകുന്നു. ദേവ ഊജുഹു നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം യന്മൂലഖേദ യദയോഞ്ജസോരു സംസാരദുഃഖം ബഹിരുക്ഷിബന്തി. തത്വാദിദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. അല്ലയോ ദേവ, ശരണം പ്രാപിക്കുന്നവരുടെ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന 3 വിധ ദുഃഖങ്ങളെയും തീർത്തു രക്ഷിക്കുന്ന അങ്ങയുടെ പാദപത്മത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു.
കുട കയ്യിൽ പിടിച്ചവരെ സൂര്യോഷ്ണം ബാധിക്കാത്തതുപോലെ അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചവരെ താപങ്ങൾ ബാധിക്കുന്നില്ല. ആ പാദപത്മത്തെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ താപത്തെ തീർത്ത് രക്ഷിക്കണം. ഹൃദയതസ്മിൻ ഭവൈശ ജീവ സ്ഥാപത്രയേണാഭിഹദാന ശർമ്മ ആത്മം ലഭന്തേ ഭഗവസ്തവാംഗ്രീച്ഛായാം സവിദ്യാമതാശ്രയേമ. ഹേ ദേവ, ഈ സംസാരത്തിൽ അങ്ങയുടെ പാദപത്മത്തെ ആശ്രയിക്കാത്ത ജീവന്മാരെ ആധ്യാത്മികാദികളായ 3 വിധ താപങ്ങൾ 4 ഭാഗത്തുകൂടെയും വന്നു ബാധിച്ചു വല്ലാതെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ആത്മാവിലിരിക്കുന്ന പരമാനന്ദം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ഹേ ഭഗവൻ, സ്വരൂപാനന്ദത്തെ അനുഭവപ്പെടുത്തുന്ന ആത്മജ്ഞാനം ഏതൊന്നിൽ നിന്ന് ഭക്തന്മാർക്ക് ലഭിക്കുന്നുവോ അങ്ങയുടെ ആ പാദപത്മത്തിൻ്റെ നിഴലിനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. മാർഗന്ധിയത്തെ മുഖപത്മനീടൈ ഛന്ദസുവർണൈ ഋഷയോ വിവിക്തേ യസ്യാഗമർഷോദസരിധ്വരായാഹ പദം പദം തീർത്ഥപദപ്രപന്നാഹ. ജനബാധയില്ലാത്ത ശുദ്ധസ്ഥാനത്തിലിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി ധ്യാനത്തിലിരുന്ന് മന്ത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്ന ഋഷികൾ അങ്ങയുടെ മുഖമാകുന്ന താമരപ്പൂവിനെ വാസസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന വേദങ്ങളാകുന്ന പക്ഷികളുടെ സഹായത്തെ അവലംബിച്ചുകൊണ്ട് ഏതൊരു പാദപത്മത്തെ അന്വേഷിച്ചറിയുന്നുവോ പരിശുദ്ധമായ ആ പാദത്തിൽ നിന്ന് 3.5 കോടി തീർത്ഥ ജലാശയങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായിരിക്കുന്ന ഗംഗാനദി ഉത്ഭവിച്ചിരിക്കുന്നുവോ ആ പരിശുദ്ധമായ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. യശ്രദ്ധയാ ശ്രുതവത്യാജ ഭക്ത്യാ സമൃജ്യമാനേ ഹൃദയേവദാര്യ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേമ തത്തേംഗ്രി സരോജപീഠം. ശ്രദ്ധയോടുകൂടെ ചെയ്തതായ കഥാശ്രവണത്തിൽ നിന്നുണ്ടായ ഭക്തിയാൽ കാമാദി ദോഷങ്ങൾ നശിച്ച് പരിശുദ്ധമായി ഭവിച്ച ഹൃദയത്തിൽ യാതൊന്നിനെ ധ്യാനിക്കുക നിമിത്തം തുച്ഛങ്ങളായ വിഷയസുഖങ്ങളിൽ വെറുപ്പും തന്നിമിത്തം പരമജ്ഞാനവും സിദ്ധിച്ച ധീരന്മാർ സ്വരൂപാനന്ദത്തിൽ മുങ്ങിയിരിക്കുന്നുവോ അങ്ങയുടെ ആ പാദ സരോജപീഠത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം. അല്ലയോ ഈശ്വര, കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സകല ലോകത്തെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതായ ലീലകളെ നടത്തുവാൻ വേണ്ടി അതാത് രൂപത്തെ സ്വീകരിച്ച് അവതരിക്കുന്ന അങ്ങയുടെ യാതൊരു പാദപത്മം സ്മരിക്കപ്പെട്ടതായിട്ട് അങ്ങയുടെ ഭക്തന്മാരുടെ ജന്മാദി സകല ക്ലേശങ്ങളെയും തീർത്ത് ഭയരഹിത സ്ഥാനമായ പരമാത്മ സ്വരൂപത്തെ അനുഭവപ്പെടുത്തി കൊടുക്കുന്നുവോ ഞങ്ങൾ ആ പാദപത്മത്തെ ശരണം പ്രാപിക്കുന്നു. യസ്സാനുബന്ധേ സതിദേഹഗേഹേ മമാഹമിത്യൂഢ ദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോ വിപുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം. അല്ലയോ ഭഗവൻ, പുത്രമിത്ര കളത്രങ്ങളായ അനുബന്ധങ്ങളോടുകൂടിയ ഞാനെന്നും ധനധാന്യാദി അനുബന്ധങ്ങളോടുകൂടിയ ഗൃഹത്തിൽ എൻ്റേതെന്നുമുള്ള ദൃഢഭാവം ആർക്കുണ്ടാകുന്നുവോ അവരുടെ ഹൃദയഗുഹയിൽ അങ്ങ് വിളങ്ങുന്നുണ്ടെങ്കിലും മലിനവാസനകളാൽ വ്യാപിക്കപ്പെട്ട അന്ധകരണം നിമിത്തം അവർ അങ്ങയെ ഭജിക്കുകയില്ല. അങ്ങയുടെ പാദാരവിന്ദം അവരിൽ നിന്ന് എത്രയോ ദൂരെ ഇരിക്കുന്നതുപോലെ അവർക്ക് അപ്രാപ്യമായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അങ്ങയുടെ ആ പാദാരവിന്ദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. താൻ വാ അസദ്വൃത്തിഭിരക്ഷിഭിര്യേ പരാഹൃതാന്തർ മനസപ്പരേശ അധോന പശ്യന്തുരുകായ നൂനം ഏതേ പദന്യാസവിലാസലക്ഷ്മ്യാഹ. ബ്രഹ്മാദികൾക്കു കൂടി ഈശ്വരനും ഭക്തന്മാരാൽ ബഹുവിധം കീർത്തിക്കപ്പെടുന്നവനുമായ ഹേ പരമേശ്വര, ജ്ഞാനമാർഗത്തിലേക്ക് വഴികാട്ടിക്കൊടുക്കുന്ന അങ്ങയുടെ ആ ഭക്തന്മാരെ എല്ലാവർക്കും കാണുവാൻ കഴിയുകയില്ല. ഇന്ദ്രിയങ്ങളെ തുച്ഛങ്ങളായ വിഷയസുഖങ്ങളിൽ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് അങ്ങയിൽ നിന്നും എത്രയോ ദൂരെ വർത്തിക്കുന്നതാകയാൽ അങ്ങയുടെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭക്തന്മാരെ വിഷയാസക്തന്മാർക്ക് കാണുവാൻ തന്നെ സാധിക്കുകയില്ല. ആരുടെ മനസ്സിൽ വിഷയവൈരാഗ്യം ജനിച്ചിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഭഗവത് ഭക്തന്മാരെ കണ്ടറിയുവാൻ കഴിയുകയുള്ളൂ. ഭക്തജന സംസർഗം സിദ്ധിച്ചാൽ വിഷയികളും ഭക്തന്മാരായി വരുമല്ലോ. പാനേന തേ ദേവകഥാസുതായാഹ പ്രവൃദ്ധഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം
യഥാഞ്ജസാന്വീയുരകുണ്ടധിഷ്ണ്യം. ഹേ ദേവ, അമൃതം പോലെ ആസ്വാദ്യമായിരിക്കുന്ന അങ്ങയുടെ അവതാര ലീലകഥകളെ ശ്രോത്രദ്വാര ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതുകൊണ്ട് അങ്ങയിൽ പരമപ്രേമവും തന്നിമിത്തം തുച്ഛവിഷയങ്ങളിൽ വിരക്തിയും അതുമൂലം ജീവാത്മ പരമാത്മാ സ്വരൂപത്തെക്കുറിച്ചുള്ള ദൃഢബോധവും ഉണ്ടാകുന്നു. അതിനാൽ അവർ ക്ലേശം കൂടാതെ നാശരഹിതമായ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു. കഥാശ്രവണം നിമിത്തം ഭക്തിയും, ഭക്തിയാൽ വിഷയവിരക്തിയും, വിരക്തിയാൽ ജ്ഞാനവും, ജ്ഞാനത്താൽ പരമപുരുഷാർത്ഥമായ മോക്ഷവും ലഭിക്കുന്നു. തഥാ പരേ ചാത്മസമാധിയോഗ ബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാന്നതു സേവയാതേ. ഭക്തിയോഗത്താൽ അങ്ങയെ പ്രാപിക്കുന്നതുപോലെ തന്നെ ധീരന്മാരായ മറ്റു ചിലർ മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ശീലിക്കുന്നതായ സമാധിയോഗത്തിൻ്റെ ബലത്താൽ സർവേശ്വരനായ അങ്ങയെ പ്രാപിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് വളരെ ക്ലേശമുണ്ട്. ഭക്തിമാർഗത്തെ ആശ്രയിക്കുന്നവർക്കോ അത്ര പ്രയാസമില്ല. അതിനാൽ ഭഗവാനെ പ്രാപിപ്പാൻ ഭക്തിമാർഗം തന്നെ എളുപ്പം. തത്തേ വയം ലോകസിസൃക്ഷയാദ്യ ത്വയാനുസൃഷ്ടാ സ്ത്രീഭിരാത്മഭിസ്മ സർവേ വിയുക്താസു വിഹാരതന്ത്രം ന ശക്നുമസ്തത് പ്രതിഹർത്തവേദേ. ഭക്തി കൊണ്ടല്ലാതെ പുരുഷാർത്ഥപ്രാപ്തി അല്ലെന്നു വന്നിരിക്കയാൽ ഞങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിക്കുന്നവരാകുന്നു. ലോകങ്ങളെ സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ സത്വാദി 3 ഗുണങ്ങളുടെയും അങ്ങയുടെയും അംശങ്ങളെക്കൊണ്ട് ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചത്. ഗുണങ്ങളുടെ നാനാത്വം നിമിത്തം ഞങ്ങൾ ഒന്നായി ചേരാതെ വെവ്വേറെ തന്നെ ഇരിക്കുന്നതിനാൽ അങ്ങയ്ക്കു കളിപ്പാനുള്ള സ്ഥാനമായ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് അങ്ങയ്ക്കു സമർപ്പിച്ച് ഞങ്ങളുടെ ജന്മത്തെ സഫലമാക്കുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാമർഥ്യമില്ലാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ ജ്ഞാനകലയാകുന്ന കണ്ണിനെ നൽകി ഞങ്ങളുടെ ജന്മം സഫലമാക്കുവാൻ അനുഗ്രഹിക്കണം. യാവത് ബലിം തേജഹരാമകാലേ യഥാ വയം ചാന്നമധാമയത്ര യഥോഭയേഷാം തൈമേ ഹി ലോക ബലിം ഹരന്തോന്നമദന്ത്യനൂഹാഹ. ഏതുവിധമായ ജ്ഞാനവും സാമർഥ്യവും സിദ്ധിക്കണമെന്നുള്ള ആകാംക്ഷയെ ആലോചിച്ചിട്ട് ജ്ഞാനസ്വരൂപത്തെ അറിയിക്കുന്നു. ഹേ പരമേശ്വര, അങ്ങയെ ആരാധിക്കേണ്ടതായ അവസരത്തിൽ പൂജാദ്രവ്യത്തെ ഞങ്ങൾ അങ്ങയ്ക്കായി കൊണ്ട് സമർപ്പിക്കണം. ഞങ്ങളും ജീവിച്ചിരിക്കുവാൻ ഉപകരിക്കുന്ന അന്നം ഭക്ഷിക്കണം. ഞങ്ങളുടെ ചേർച്ചയാൽ ഉണ്ടാകുന്ന ഈ ലോകങ്ങൾ ഞങ്ങൾക്കും അങ്ങയ്ക്കും നിർവിഘ്നമായിട്ടും പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കണം. ഏതൊരു വിധമായ ജ്ഞാനവും സാമർഥ്യവും ഞങ്ങൾക്കുണ്ടായാൽ ഇതെല്ലാം സാധിക്കുമോ ആ വിധമുള്ള ജ്ഞാനത്തെയും ക്രിയാസാമർഥ്യത്തെയും അങ്ങ് ഞങ്ങൾക്ക് നൽകണം. ത്വം നസുരാണാം അസിസാന്വയാനാം കൂടസ്ഥ ആദ്യ പുരുഷപുരാണഃ ത്വം ദേവശക്തിയാം ഗുണകർമ്മയോനോ രേതസ്ത്വജായാം കവിമാദതേജഃ. എല്ലാവർക്കും ജീവിച്ചിരിക്കുവാൻ ഉപകരിക്കുന്ന മാർഗം അങ്ങ് തന്നെ കാട്ടിത്തരണം. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും ജനകൻ അങ്ങാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുബന്ധികളോട് ചേർന്നിരിക്കുന്ന ദേവന്മാരായ ഞങ്ങൾക്കും മുമ്പേയുള്ളവനും എന്നുമുള്ളവനും ജന്മാദി വികാരങ്ങളില്ലാത്തവനും ഈശ്വരനുമായ അങ്ങ് ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന അങ്ങയുടെ ശക്തി സ്വരൂപയായ മായയിൽ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ വീര്യത്തെ ആദാനം ചെയ്തു. അതിൽ നിന്നല്ലേ ഞങ്ങളെല്ലാവരും ഉണ്ടായത്. അതിനാൽ സർവത്തിൻ്റെയും ജനകൻ അങ്ങാകുന്നു. അങ്ങാകട്ടെ ജന്മാദി വികാരങ്ങൾ ഇല്ലാത്തവനുമാകുന്നു. തതോ വയം സത്പ്രമുഖായ ധർത്തേ ബഭൂവിമാത്മൻ കരവാമ കിം ദേ ത്വം ന സ്വചക്ഷു പരിദേഹി ശക്ത്യ ദേവക്രിയാർത്തേ യദനുഗ്രഹാണാം. ഹേ ആത്മാവായിരിക്കുന്ന ദേവ, മഹദാദി തത്വങ്ങളായ ഞങ്ങൾ എന്തൊരു കാര്യം നിർവഹിപ്പാൻ ജനിച്ചുവോ അങ്ങയുടെ ക്രീഡാസ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മാണ്ഡ നിർമ്മാണത്തിന് ഞങ്ങൾ ശക്തന്മാരായിരിക്കുന്നില്ല. അങ്ങയുടെ അനുഗ്രഹം നിമിത്തം ആ പ്രവൃത്തി നടത്തുവാൻ ഞങ്ങൾ പ്രാപ്തന്മാരായി വരണം. അതിനു വേണ്ടുന്ന ജ്ഞാനം സ്വശക്തിയാൽ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. സ്തുതി അവസാനിച്ചു. 5-ാമത്തെ അധ്യായം സമാപിച്ചു. 6-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.